പരങ്ങും. ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്നത്? അതിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ് പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഈൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. നല്ല ഫത്വയാണ്. എന്താണ്? ഒന്ന് KSRTC, മറ്റേത് ബെൻസ് കാറ്. ഇവിടെ ഇപ്പം എന്താ തർക്കം? അള്ളയും മൊയ്ലി ശേഖും. ഇങ്ങോട്ടൊന്ന് ആലോചിക്ക്, ഈ മൊയ്ലിയമാർ ഇവിടെ എത്തിയല്ലോ, എവിടുക്കാ അവര് കൗമനെ കൊണ്ടോണേ? ഇവര് രക്ഷപ്പെടുത്തോ പരലോകത്ത്? ഇല്ലല്ലോ. എവിടുക്കാ സഹോദരങ്ങളെ മുസ്ലിയാക്കന്മാരെ കൊണ്ടുപോകണം? ആലോചിച്ചൂടെ നിങ്ങൾക്ക്? ഇത് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോ അവർ സമൂഹത്ത് കുഴപ്പമുണ്ടാക്കാണ്, ഭിന്നിപ്പുണ്ടാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചിലാവോ? നിങ്ങൾ ആലോചിക്കുക ഈ വിഷയം. ഇപ്പൊ ഇയാൾ പറഞ്ഞാൽ എന്താ? മൊയ്തീൻ ശൈഖെ രക്ഷിക്കണമെങ്കിൽ റസൂലേക്ക് ആക്കണേന്ന് ഇസ്തിഗാസ ചെയ്യൽ ജായിസാണ് എന്നാണ് നമ്മൾ തൽക്കാലം സങ്കല്പിക്കുക. എന്ത് ജായിസാണ് എന്ന്? എങ്കിൽ ജായിസായ ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹ് ഒരാളെ ശിക്ഷിക്കുവോ? ഇല്ല. ഇപ്പൊ നമുക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ അനുവദനീയാണല്ലോ, ജായിസാണല്ലോ, ആണ്. അപ്പൊ ഈ മൊബൈൽ ഫോൺ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാത്തതിന്റെ പേരിൽ അള്ളാഹ് ശിക്ഷിക്കുവോ? ഇല്ല. ഒരാളെ അള്ളാഹ് ശിക്ഷിക്കുവോ? അതിന്റെ പേരില്ല. നാട്ടിലെ ഒരാൾ ഒരു കണക്ഷൻ എടുക്കാതെ അങ്ങനെ കഴിഞ്ഞുപോയി. എന്നിട്ടോ പരലോകത്ത് എത്തിയിട്ട് അള്ളാഹ് ചോദിക്കടോ, നാട്ടിൽ എത്ര കടകളുണ്ട്, എത്ര കണക്ഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ട്, ഒരു കണക്ഷൻ എടുത്തോടെ എനിക്ക് ചോദിക്കോ? ശിക്ഷിക്കോ? ഇല്ല. അത് എടുക്കുകയാണെങ്കിൽ എടുക്കുക, എടുക്കണില്ലെങ്കിൽ എടുക്കണ്ട, ശിക്ഷല്ല. അപ്പൊ ഒന്ന് ഉറപ്പിച്ചോളൂ. എന്ത്? ഈ മുജാഹിദീങ്ങൾ ആരും യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരൊറ്റ മുജാഹിദിനും ഒരു ശിക്ഷയും അതിന്റെ പേരിൽ കിട്ടാനില്ല. ഇത് നിങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്. തർക്കമില്ല. നിങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്ത്? ശൈഖ് ജീലാനി വിളിച്ചുകൊണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ടോ ഇസ്തിഗാസ ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കില്ല എന്നത്. രണ്ടാമത്തതോ, എന്തെങ്കിലും ഒരു കൂലി നഷ്ടപ്പെടാനുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്ന വല്ല കൂലിയുമുണ്ടോ? ഇല്ല. അമ്പലക്കടവ് എന്താ പറഞ്ഞത്? പ്രതിഫലം ഇല്ല എന്നാ പറഞ്ഞത്. പ്രതിഫലം ഇല്ല എന്നാ പറഞ്ഞത്. അപ്പോ യാ ശൈഖ് മുഹയ്യിദ്ദീൻ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിലെ ഒരു മെമ്പർ, ആ മനുഷ്യന് അതുകൊണ്ട് വല്ല കൂലിയും കിട്ടാനുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. മുജാഹിദ് മാത്രമല്ല പറഞ്ഞു, അമ്പലക്കടവ് പോലും പറഞ്ഞു.
അതുകൊണ്ട് ഒന്നുകൂടെ ഉറപ്പിച്ചോളൂ, യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് വിളിച്ചുകൊണ്ട്, യാ റസൂലല്ലാഹി യാ ഹബീബല്ലാഹി എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മുഹീദ്ദീൻ ശൈഖിനോടോ ഇസ്തിഗാസ ചെയ്യാത്തതിന്റെ പേരിൽ ഒരു മുജാഹിദിനും അരക്കൂലിയും നഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുവോ? ഇല്ല. അടുത്ത സ്റ്റെപ്പ്, മൗലവിമാർ ഇത് അനുവദനീയാന്നല്ലേ പറഞ്ഞത്, മുജാഹിദികൾ പറഞ്ഞത് ശിർക്കാണ് എന്നാണ്. നമ്മൾ പരലോകത്തെത്തി, മുസ്ലിയാക്കന്മാർ പറഞ്ഞ പോലെ അനുവദനീയാന്നെങ്ങാനും അവിടെ തെളിഞ്ഞു എന്ന് വെക്കുക, എന്നാലോ എന്തെങ്കിലും കൂലി നമുക്ക് നഷ്ടപ്പെടാനില്ല, ശിക്ഷയും കിട്ടാനില്ല. മുജാഹിദീങ്ങൾ പറഞ്ഞാണ് ശരി എന്ന ആ യാഥാർത്ഥ്യം അവിടെ വെച്ച് ബോധ്യമാകുന്ന സമയത്തിന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്ത് ചെയ്യും നമ്മൾ? ആലോചിച്ചോ ശരിക്ക്, എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നമ്മൾ മുതിരേണ്ട